അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അർത്ഥവത്തായ ജീവിതം നയിക്കാൻ നാഥൻ ഈ ഭൂലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിട്ടത് തീർച്ചയായിട്ടും അവൻ്റെ ആരാധനാ പാത്രമാവാൻ വേണ്ടി മാത്രമാണ്. അവൻ നൽകുന്ന ഭക്ഷണം, അവൻ നൽകുന്ന ജീവിത സൗകര്യങ്ങൾ, അവൻ നൽകുന്ന ചിന്താശേഷി, അവൻ നൽകുന്ന എഴുത്ത് കഴിവ്, അവൻ നൽകുന്ന പ്രഭാഷണ കഴിവ് എല്ലാം അവനിലായി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് അവനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നീതി പുലർത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. നാഥൻ ഈ ലോകത്തേക്ക് മനുഷ്യനെ ഇറക്കി, ഖലഖൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എല്ലാ ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് അവൻ ഖുർആനിലൂടെ വിളംബരം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആലയെ ആരാധിക്കാത്തവനും ഇവിടെ അല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട്, വെള്ളം നൽകുന്നുണ്ട്, മഴ നൽകുന്നുണ്ട്, സുഖസൗകര്യങ്ങൾ നൽകുന്നുണ്ട്. നോക്കൂ, ആരാധിക്കാൻ വേണ്ടി നമ്മെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കാതിരിക്കുമ്പോഴും നാഥൻ നമുക്ക് വേണ്ടി തന്നെ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടിത്തരുമ്പോൾ നാഥൻ ആരാധിക്കാത്തവന് കൊടുക്കാതിരുന്നാൽ പോരെ? അവരെ നശിപ്പിച്ചാൽ പോരെ? എന്തേ അല്ലാഹു തആല ഭക്ഷണം നൽകുന്നു? അല്ലാഹു സൃഷ്ടിപ്പായതുകൊണ്ട് ഭക്ഷണം നൽകുന്നു. അവൻ നീതി പുലർത്തുമ്പോൾ നമുക്ക് നീതി പുലർത്താനാവാതെ പോകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയ ചിന്തോദ്ദീപമായ കാര്യമാണ്. എങ്ങനെയാണ് നാഥനിലേക്ക് അടുക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. ആ വലിയ വിഷയത്തിൻ്റെക്കൊന്നും ഇറങ്ങിച്ചെല്ലിയാൽ സൂഫിസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പതിക്കാൻ സാധിക്കും. എന്നിരുന്നാലും അള്ളാഹുവിനെ നിത്യമായി ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ നിത്യമായി മനസ്സിൽ കരുതിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി ആ ജീവിത പരിശുദ്ധിയിലേക്ക് ഒന്ന് കാലിട്ട് വെക്കാൻ. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നീങ്ങേണ്ടത്? അള്ളാഹുവിലേക്ക് നീങ്ങേണ്ടതെന്ന് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിൽ ഏത് കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും അള്ളാഹുവിലേക്ക് മടക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അള്ളാഹുവിലേക്കാണെന്നുള്ള ആ ഒരു മടക്കമുണ്ടായാൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളും സൽഗുണങ്ങളായിട്ട് മാറും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഏതൊരു കാര്യത്തെയാണോ ആ വ്യക്തി അല്ലെങ്കിൽ ഒരാൾ മുന്നോട്ട് വെക്കുന്നത്, ആ സൽഗുണത്തിന് നല്ലതായ നീയത്തുണ്ടെങ്കിൽ ആ നീയത്ത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും എത്തും. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. ആരാണ് നാഥനിലേക്ക് അടുക്കുന്നത്, ആരാണ് റസൂലിലേക്ക് അടുക്കുന്നത്, ആ അടുപ്പത്തിലേക്കുള്ള നീയത്തുണ്ടെങ്കിൽ, അവൻ്റെ മനസ്സിൽ അതിനു വേണ്ടി കരുതലുണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് എത്തുകയുള്ളൂ. അതല്ലാതെ ദുനിയാവിൽ ആർഭാടത്തോടെ ജീവിക്കാനാണ്, അല്ലെങ്കിൽ അവൻ ശ്രീലംഭടനായിക്കൊണ്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ആ മാർഗത്തിലേക്ക് പോകുകയുള്ളൂ. അതല്ല പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോ മനുഷ്യനും അവനവനായിട്ട് കരുതിയ ഒന്നുണ്ട്, ആ കരുതലിലേക്കാണ് തിരിച്ചു പോവുക അവൻ്റെ നഫ്സും അതുപോലെ തന്നെ ശരീരവും.
ആ ശരീരത്തെ പിടിച്ചു കെട്ടണമെങ്കിൽ നമുക്ക് ഈ ഹൃദയത്തെ പിടിച്ചു കെട്ടിയാലേ മതിയാകൂ. അതല്ല പറയുന്നത്, അലാ ഇന്ന ഫിൽ ജസദി മുൽഅത്തുൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഒരു മാംസക്കട്ടയുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ മാംസക്കട്ട നന്നായാൽ ശരീരം മൊത്തം നന്നായി. ആ മാംസക്കട്ട മോശമായാൽ ശരീരം മൊത്തം മോശമായി. മനുഷ്യൻ, ഒരു വ്യക്തി, അവൻ നന്നായാൽ അവൻ്റെ കുടുംബവും നന്നായി. അവൻ്റെ കുടുംബം നന്നായാൽ അവൻ്റെ നാട്ടിലും നന്നായി. അവൻ്റെ നാടും നന്നായാൽ ഈ ലോകവും ആ സമൂഹവും നന്നായി. മനുഷ്യനാണ് അടിസ്ഥാന ഘടകം. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ആ സാമൂഹ്യ ജീവിക്ക് മനസ്സ് പാകപ്പെടുത്തിയാൽ ഈ ലോകത്തെ നന്നാക്കാൻ സാധിക്കും. അതാണ് ഇസ്ലാമിൻ്റെ സോഷ്യോളജിക്കൽ തിയറി. ആ തിയറി ഇസ്ലാം പറയുന്നത് തന്നെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളിലും അടങ്ങി അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് നാഥൻ്റെ വഴിയിലേക്ക് നീങ്ങാൻ നമുക്കാവണം. നാഥൻ തുണക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.